ഹായ് സുഹൃത്തുക്കളെ, ഞാൻ ഇപ്പോൾ ഉള്ളത് അണ്ടർകോണം കീഴാവൂർ വരുന്ന റോട്ടിലാണുള്ളത്. ഇപ്പോൾ നമ്മളെ നാട്ടിൽ പനിയൊക്കെ പടർന്ന് പിടിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയിലാണ്. കാണുമ്പോൾ അറിയാം, നമ്മൾ ഈ റോട്ടിൽ ഇത്രയും ജനവാസമുള്ള റോട്ടിൽ ഇങ്ങനെ ഈ വേസ്റ്റ് കൊണ്ടിട്ടത് നമ്മളുടെ അധികൃതരുടെ അനാസ്ഥ കൊണ്ടാണ് ഈ വേസ്റ്റ് ഇത്രയും കൊണ്ട് ഒന്നിങ്ങനെ ഇടുന്നത്. ഈ വേസ്റ്റ് ഇടുന്നതിന് പിറക് ഇതിൽ നിന്ന് വരുന്ന അസുഖങ്ങൾ നമ്മൾ ഓരോ ആശുപത്രികളിൽ പോയാൽ അറിയാൻ പറ്റും. കുഞ്ഞുങ്ങൾക്ക് ഒക്കെ ഒരുപാട് പനിയും, ഡെങ്കിപ്പനി അതുപോലുള്ള പനികൾ വന്നിട്ട് കുട്ടികൾക്ക് കുറയുന്നില്ല. നമ്മൾ ഈ റോട്ടിൽ കൊണ്ടുവന്ന് ഈ വേസ്റ്റ് ഇടുമ്പോൾ ജസ്റ്റ് നമ്മളെ വേസ്റ്റ് നമ്മളെ വീട്ടിൽ തന്നെ ഒരു രണ്ട് നമ്മട്ടി മണ്ണ് ഇട്ട് കഴിഞ്ഞാൽ ഇതങ്ങ് ഇട്ട് മൂടാമെന്നുള്ളതേ ഉള്ളൂ. ഈ റോട്ടിൽ ഇതുപോലെ കൊണ്ടുവന്ന് ജനങ്ങൾ വഴി തടസ്സമായിട്ടും മാർഗ തടസ്സമായിട്ടും നമ്മളിതിങ്ങനെ കൊണ്ടുവന്ന് ഇടേണ്ട ഒരു കാര്യമില്ല. നമ്മൾ തന്നെയാണ് ഈ രോഗങ്ങളെ കൂടുതലായിട്ട് ഉണ്ടാക്കുന്നത്. ഈ വേസ്റ്റ് ഇങ്ങനെ കൊണ്ട് ഇടുമ്പോൾ ഇതുവഴി പോകുന്ന ആൾക്കാർ ശ്വസിക്കുന്ന ഇതിൻ്റെ സ്മെല്ല്, അതുപോലെ തന്നെ പട്ടികൾ കടിച്ച്, അതായത് കൃത്യമായിട്ട് ഇത് കാണുമ്പോൾ അറിയാൻ പറ്റും സുഹൃത്തുക്കളെ, എന്താണ് ഇതിൻ്റെ അവസ്ഥയെന്ന് നോക്കണം. ഇത് കൃത്യമായിട്ട് ഇതിൻ്റെ ഇതറിയാൻ കഴിയും. ഇതുവഴി നടക്കാൻ പറ്റില്ല, അത്രത്തോളം ബുദ്ധിമുട്ടാണ്. ലോഡ് കണക്കിനാണ് ഈ സാധനം ഇവിടെ കൊണ്ടുവന്നിട്ടിരിക്കുന്നത്. ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല, ഏകദേശം ഒരു 3-4 വർഷം കൊണ്ട് ഈ റോട്ടിൽ ഇങ്ങനെ ചെയ്യുന്നുണ്ട്. ഇതുവഴി പോകുന്ന ആൾക്കാർക്ക് എന്തോരം ബുദ്ധിമുട്ടുണ്ടാവും, എന്തോരം അസുഖങ്ങൾ പിടിക്കും. ഇത്രത്തോളം നമ്മൾ ഇത്രയും ഗതി ചെയ്യാൻ പാടില്ല. ഇത് തെറ്റാണ് 100%. ഒരിക്കലും ഇത് ചെയ്യാൻ പാടില്ല. ഇങ്ങനെ നമ്മളെ വീട്ടിലുള്ള വേസ്റ്റ് എന്തെങ്കിലും വേസ്റ്റ് നമ്മൾ വീട്ടിലെ മലക്കറിയുടെയോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളത് ഒരു 2 നമ്മട്ടി മണ്ണ് വെട്ടി ഇട്ട് കഴിഞ്ഞാൽ ആ വേസ്റ്റ് അങ്ങ് മാറും. നമ്മളിങ്ങനെ റോട്ടിൽ അത് മലയാളികളുടെ ഒരു ശീലമായിപ്പോയി. നമ്മളെ പറമ്പിൽ വീഴുന്ന കരിയിലെടുത്ത് അപ്പുറത്തെ പറമ്പിലിടുക. ഇത് കാണുന്നുണ്ടല്ലോ എൻ്റെ സുഹൃത്തുക്കളെ, എന്താണിത്? പറയാൻ പോലും പറ്റാത്ത രീതിയിലാണ് അണ്ടർകോണം കീഴാവൂർ വന്ന് കയറുന്ന റോട്ടിലാണ് ഈ വേസ്റ്റ് ഇത്ര ഇടുന്നത്. കുറേ നാളായി ഇത് ഇങ്ങനെ, ഒരുപാട് നാളും. രാത്രിയൊക്കെ ഇതുവഴി വന്ന പട്ടിയും പന്നിയും ഭയങ്കര ശല്യമാണ്. എന്താ ചെയ്യത്? നമ്മൾ വേണ്ടാന്ന് വെച്ചെങ്കിൽ മാത്രമേ നമ്മളിത് ചെയ്യൂലെന്ന് നമ്മൾ ഉറപ്പാക്കണമെങ്കിൽ നമ്മളെ നാട്ടിൽ ഒരു കച്ചറയും ഉണ്ടാവില്ല. നമ്മളിങ്ങനെ ചെയ്യില്ല. നമ്മളിനി നമ്മളുടെ വീട്ടിൽ മാലിന്യം നമ്മൾ വലിച്ചെറിയില്ല. അപ്പം മാലിന്യ മുക്ത കേരളമാവും. എന്തായിരുന്നാലും ഇതൊരു കഷ്ടമാണ് സുഹൃത്തുക്കളെ. ഇത് എല്ലാവരും ഒന്നും മനസ്സിലാക്കിയിരുന്നാൽ കൊള്ളാം. ആരും കൊണ്ടുവന്ന് വലിച്ചെറിയരുത്. ഇത് എന്താ ചെയ്യാ? ശരി, ഓക്കെ സുഹൃത്തുക്കളെ, അപ്പോൾ എല്ലാവർക്കും സുഖമാണല്ലോ. ബൈ ബൈ.